നമസ്കാരം. ഞാൻ ആർ തുളസീധരൻ പിള്ള, സീനിയർ ഓഡിറ്റ് ഓഫീസർ, ഏജീസ് ഓഫീസ് ട്രിവാൻഡ്രം. 36 വർഷത്തെ സർവീസിന് ശേഷം ഞാൻ ഏജീസ് ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. 2024 ഇപ്പോൾ നടക്കാൻ പോകുന്ന അക്കൗണ്ട് ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള ചില ചോദ്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷയ്ക്ക് അത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതായത് വാട്സപ്പിലൂടെ ഗ്രൂപ്പിൽ നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ കണ്ടിട്ട് സംതൃപ്തി അടയാതെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുവഴി എല്ലാ റൂൾസും നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യുമെന്ന് ഓർക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ റെൻഡർ ചെയ്യുന്ന ഈ ഒരു ഫ്രീ സർവീസ് പാഴായി പോവുകയുള്ളൂ. ചാനലിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. കാരണം ഇത് അക്കൗണ്ട് ടെസ്റ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ടിടുന്ന ചോദ്യോത്തരങ്ങളല്ല, മറിച്ച് ഡേ ടു ഡേ നിങ്ങളുടെ കരിയറിൽ ആവശ്യമായി വരുന്ന എല്ലാ റൂൾസും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഫ്രെയിം ചെയ്യുന്നത്. അതുകൊണ്ട് ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കുക എന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നു. ഇന്നിടുന്നത് KSRൻ്റെ ഒരു പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻസാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പല തവണയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ എല്ലാ KSRൻ്റെ എല്ലാ വീഡിയോസും അതുപോലെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫൈനാൻഷ്യൽ കോഡായാലും ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റും ബഡ്ജറ്റ് മാനുവലും എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കുകയാണ്. കേരള സർവീസ് റൂൾസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ്. ഇവിടെ PSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, പക്ഷേ അതിൻ്റെ ആൻസേഴ്സിൻ്റെ ഓപ്ഷൻ ഞാൻ തരുന്നില്ല, ആവശ്യമില്ല. കറക്റ്റായിട്ടുള്ള ആൻസർ മാത്രം തരുന്നു. പക്ഷേ അതിൻ്റെ റെലവൻറ്റ് റൂള് കൂടി കോട്ട് ചെയ്തിട്ടാണ് ഈ ആൻസർ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. സോ വെൽക്കം ടു ദി വീഡിയോസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1, ഡാഷ് ക്യാൻ ബി അവൈൽഡ്. അതായത് പെറ്റേണിറ്റി ലീവ് ക്യാൻ ബി അവൈൽഡ് and answer for a period up to 10 days before or within 3 months after the date of delivery. അതാണ് പെറ്റേണിറ്റി ലീവിൻ്റെ റൂള്. അപ്പോൾ പെറ്റേണിറ്റി ലീവ് ക്യാൻ ബി അവൈൽഡ് ആൻഡ് ആൻസർ ഫോർ എ പീരീഡ് അപ് ടു 10 days ബിഫോർ ഓർ വിത്തിൻ 3 months ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഡെലിവറി. അതിൻ്റെ റൂള് KSRൽ 102BA ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, ഫോർ എൻഫോഴ്സ്ഡ് ഹാൾട്ട് ഡാഷ് DA ഈസ് അഡ്മിസിബിൾ ഫോർ ദ സെക്കൻഡ് ഡേ ഓഫ് ഹാൾട്ട്. അതായത് നിർബന്ധിതമായി നമ്മൾ ടൂർ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് തങ്ങിപ്പോയാൽ രണ്ടാമത്തെ ദിവസം എൻഫോഴ്സ്ഡ് ഹാൾട്ട് എന്ന് പറയുന്നത് അതിനെയാണ്. ഡാഷ് DA, എത്ര DA ആണ് അഡ്മിസിബിൾ ഫോർ ദ സെക്കൻഡ് ഡേ ഓഫ് ഹാൾട്ടാണ്. ഫസ്റ്റ് ഡേ അല്ല, സെക്കൻഡ് ഡേ. അതിൻ്റെ ആൻസർ 3/4 ഓഫ് ദി എലിജിബിൾ DA ആണ്. അത് പറഞ്ഞിരിക്കുന്നത് നോട്ട് 3 ബിലോ റൂൾ 58 KSR പാർട്ട് 2-ലാണ്. Then question number 3, maximum number of stagnation increment admissible for an LDC. നമ്മളിപ്പോൾ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻ്റ് ഉണ്ട്, അതായത് ഒരു ടൈം സ്കെയിലിൻ്റെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എത്ര സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻ്റ് ഒരു LDCക്ക് എലിജിബിളാണ്. അതിൻ്റെ ആൻസർ 5. ഇത് ഇത്തവണത്തെ പെൻഷൻ പേ റിവിഷൻ ഓർഡേഴ്സിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4, ദി മിനിമം സർവീസ് റിക്വയർഡ് ഫോർ DCRG ഈസ്. അതായത് DCRG കിട്ടണമെങ്കിൽ ഒരാളിന്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് മിനിമം എത്ര വർഷത്തെ സർവീസ് വേണം എന്നാണ്. ആൻഡ് ആൻസർ 5 years. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ റൂൾ 66 KSR പാർട്ട് 3. പാർട്ട് 3 എന്ന് പറയുന്നത് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ചട്ടങ്ങളാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5, an officer working in Vikas Bhavan Thiruvananthapuram had to halt at Pattam, Thiruvananthapuram, 3 kilometers away from Vikas Bhavan, for 11 hours
in connection with the performance of his official duties. The rate of DA admissible to him is, അതായത് വികാസ് ഭവനിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ പട്ടത്ത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടിയിട്ട് പട്ടത്ത് അദ്ദേഹത്തിന് 11 മണിക്കൂർ ചെലവഴിക്കേണ്ടി വന്നാൽ അദ്ദേഹത്തിന്, അതായത് 3 കിലോമീറ്ററാണ് ഇത് തമ്മിലുള്ള ദൂരം, അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഡ്യൂട്ടി പോയിൻറ്റും തമ്മിൽ 3 കിലോമീറ്റേഴ്സാണ് അകലം. അവിടെ 11 മണിക്കൂർ ചെലവഴിച്ചാൽ അദ്ദേഹത്തിന് എത്ര DAയ്ക്ക് അഡ്മിസിബിലിറ്റി ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ആൻസർ ഈസ് നോട്ട് എലിജിബിൾ ഫോർ എനി DA, നോ DA. അത് റൂൾ 57 KSR പാർട്ട് 2-ലാണ്. കാരണം നിങ്ങൾക്കറിയാം ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ചുറ്റും 8 കിലോമീറ്റേഴ്സ് വരെ ഒരു TA DAയ്ക്കും അഡ്മിസിബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റൂള്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6, the maximum time period an officer is allowed to continue on deputation is. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഹൗ ലോങ് ക്യാൻ ഹീ സ്പെൻഡ് ദെയർ, എത്ര കാലം അവിടെ ഡെപ്യൂട്ടേഷനിൽ കഴിയാൻ പറ്റും എന്നാണ്. അതിൻ്റെ ആൻസർ 5 years അറ്റ് എ സ്ട്രെച്ച്. കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന് 5 വർഷം കഴിഞ്ഞാൽ നാച്ചുറലി ഹീ ഷുഡ് ബി റിവേർട്ടഡ് ടു ഹിസ് പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, തിരിച്ച് പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഡെപ്യൂട്ടേഷനെ കുറിച്ചും ഫോറിൻ സർവീസിനെ കുറിച്ചൊക്കെ നമുക്ക് ഞങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് മറ്റൊരു ഗവൺമെൻറ് ഓഫീസിലേക്കാണ് പോകുന്നത്. രണ്ടിടത്തും സാലറി വാങ്ങുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. സാന്ദർഭികമായി ഞാൻ പറയുകയാണ്, ഫോറിൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഓട്ടോണോമസ് ബോഡിയിലേക്കോ മറ്റൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ടോ ഒക്കെ പോവുകയാണെങ്കിലാണത് ഫോറിൻ സർവീസ് ആവുന്നത്. അവിടെ നമ്മൾ സാലറി വാങ്ങിക്കുന്ന അവരുടെ ഫണ്ടിൽ നിന്നാണ്. അതാണ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. റൂൾ 140 ഓഫ് KSR പാർട്ട് 1 ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7, അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് ക്യാൻ ബി സാങ്ഷൻഡ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നല്ല പെർഫോമൻസ് ഒക്കെ നടത്തിയാൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് നൽകാറുണ്ട്. പക്ഷേ ഈ അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് സാങ്ഷൻ ചെയ്യാനുള്ള അധികാരി ആരാണ് എന്നാണ്. അത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും അല്ല. പിന്നെ ആരാണ്? ഒൺലി ബൈ ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് മാത്രമേ അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് സാങ്ഷൻ ചെയ്യാനുള്ള അധികാരമുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ റൂൾ 34 KSR പാർട്ട് 1. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8, ഇൻ കേസ് ഓഫ് റിക്വസ്റ്റ് ട്രാൻസ്ഫർ. അതായത് ഒരു ട്രാൻസ്ഫർ പല രീതിയിലുണ്ട്. ജനറൽ ട്രാൻസ്ഫർ വരും, അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് പിന്നെ ട്രാൻസ്ഫർ ചെയ്യും. മറ്റേതിനെ പബ്ലിക് ഇൻട്രസ്റ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇത് പബ്ലിക് ഇൻട്രസ്റ്റിലല്ല. ഒരു റിക്വസ്റ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ പ്രിപ്പറേഷൻ ടൈമിനൊക്കെ അഡ്മിസിബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് പ്രിപ്പറേഷൻ ടൈമുണ്ട്, യാത്രാ സമയമുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ടിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അതെൻ്റെ മറ്റ് വീഡിയോസിൽ അത് കൊടുത്തിട്ടുമുണ്ട്. ഇവിടെ ആൻസർ നോ പ്രിപ്പറേഷൻ ടൈം ഈസ് അലൗഡ്. അദ്ദേഹത്തിന് പ്രിപ്പറേഷൻ ടൈം 6 days എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഈസ് നോട്ട് അലൗഡ്. ഒൺലി ജേണി ടൈം ഈസ് അലൗഡ്. ഒരു സ്റ്റേഷനിൽ നിന്ന് എങ്ങോട്ടാണോ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്ത് അവിടം വരെ പോകാൻ ആവശ്യമായിട്ടുള്ള ജേണി ടൈം മാത്രമേ അദ്ദേഹത്തിന് അഡ്മിസിബിളായിട്ടുള്ളൂ. ആൻഡ് നോ പ്രിപ്പറേഷൻ ടൈം ഈസ് അഡ്മിസിബിൾ. യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 65 KSR പാർട്ട് 1. Now question 9, ഡെയിലി അലവൻസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ്. നമ്മൾ DA കണക്കാക്കുമല്ലോ, ഡെയിലി അലവൻസ് ആണ് ഈ TA. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ്. എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ TA വർക്കൗട്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ആൻസർ ആക്ച്വൽ ബേസിക് പേ ആൻ ഓഫീസർ ഈസ് ഡ്രോയിങ്. ഒരു ഓഫീസർക്ക് കിട്ടുന്ന ആക്ച്വൽ ബേസിക് പേയുടെ ബേസിസിലാണ് അദ്ദേഹത്തിൻ്റെ ഡെയിലി അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ആക്ച്വൽ ബേസിക് പേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ കൂടെ മറ്റ് അലവൻസസ് ഒന്നും കൂട്ടില്ല, ബേസിക് പേ മാത്രമാണ് DA കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കണക്കാക്കുന്നത്. ആൻഡ് റൂൾ 1 KSR പാർട്ട് 2. ദെൻ ക്വസ്റ്റ്യൻ 10, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഓർഡിനറി ലീവ്. എന്താണ് ഓർഡിനറി ലീവ് എന്ന് പറഞ്ഞാൽ എന്നാണ് ചോദിക്കുന്നത്. കുറേ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മെറ്റേണിറ്റി ലീവ്, സ്റ്റഡി ലീവ്, പെറ്റേണിറ്റി ലീവ്, നൺ ഓഫ് ദി എബവ്. ഇതിനെയൊക്കെ നമ്മൾ ഓർഡിനറി ലീവ് എന്നാണോ പറയുന്നത്? അപ്പോൾ അത് ലീവിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്, ലീവ് നോട്ട് ഡ്യൂ,
LWA അപ്പൻഡിക്സ് ABC അല്ലാത്തത്. അപ്പോൾ ഇതൊക്കെ റെഗുലർ ലീവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ഓർഡിനറി ലീവ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ നൺ ഓഫ് ദി എബവ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. അതായത് മെറ്റേണിറ്റി ലീവ് അല്ല, സ്റ്റഡി ലീവ് അല്ല, പെറ്റേണിറ്റി ലീവ് അല്ല. സോ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ആൻഡ് റൂൾ 77 KSR ഓർഡിനറി ലീവ് ഇൻക്ലൂഡ്സ്, അതുകൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്, ലീവ് നോട്ട് ഡ്യൂ ആൻഡ് LWA. ഇത്രയാണ് ഓർഡിനറി ലീവ് അല്ലെങ്കിൽ റെഗുലർ ലീവ് എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11, കമ്മ്യൂട്ടഡ് ലീവ് ക്യാൻ ബി അവൈൽഡ് ഓൺലി വൺ. നമുക്ക് കമ്മ്യൂട്ടഡ് ലീവിന് എലിജിബിലിറ്റി എപ്പോഴാണ് കിട്ടുന്നതെന്നാണ്. സർവീസിൽ കയറിയ ഉടനെ കമ്മ്യൂട്ടഡ് ലീവ് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ കംപ്ലീഷൻ ഓഫ് 3 years ഓഫ് റെഗുലർ സർവീസ്. അതായത് റെഗുലർ സർവീസ് 3 വർഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്മ്യൂട്ടഡ് ലീവിന് എലിജിബിലിറ്റി ഉള്ളൂ. യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 86A ഓഫ് KSR പാർട്ട് 1. ദെൻ ക്വസ്റ്റ്യൻ 12, മാക്സിമം ലീവ് നോട്ട് ഡ്യൂ ദാറ്റ് ക്യാൻ ബി അവൈൽഡ് ഇൻ എ സിംഗിൾ സ്പെൽ ഈസ് ഡാഷ് ഡേയ്സ്. ലീവ് നോട്ട് ഡ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് പേ ലീവ് ഇല്ലെങ്കിൽ നമുക്ക് ലീവ് നോട്ട് ഡ്യൂ എഴുതാം. ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്നത് എടുക്കാം. ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ അക്യൂമുലേറ്റ് ചെയ്യാൻ പോകുന്ന ഹാഫ് പേ ലീവിനെ ഡെബിറ്റ് ചെയ്യുന്ന ലീവിനെയാണ് ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്നത്. അത് അറ്റ് എ ടൈം നമുക്ക് എത്ര ലീവ് വരെ അവൈൽ ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ആൻസർ 90 days ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ റൂൾ 85 ഓഫ് KSR പാർട്ട് 1. ദെൻ ക്വസ്റ്റ്യൻ 13, ഇൻ കേസ് ഓഫ് വോളണ്ടറി റിട്ടയർമെൻറ്റ് മാക്സിമം സർവീസ് വെയിറ്റേജ് ആപ്ലിക്കബിൾ ഈസ്. ഇപ്പം നിങ്ങൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുകയാണ്, 50 years ആയപ്പോൾ നിങ്ങൾക്ക് വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കണം തോന്നിയാൽ യു ആർ എലിജിബിൾ ഫോർ എ വെയിറ്റേജ് ഓഫ് 5 years. 5 വർഷത്തെ വെയിറ്റേജ് കൂടി തന്നിട്ടായിരിക്കും നിങ്ങളുടെ ക്വാളിഫയിങ് സർവീസ് കണക്കാക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ വെയിറ്റേജ് എന്ന് പറയുന്നത്. ദെൻ റൂൾ 56 പാർട്ട് 3 KSRലാണ് ഈ കാര്യം പ്രതിപാദിച്ചിരിക്കുന്നത്. Now we move on to question 14. In case of obligatory department test, maximum occasions TA eligible is limited to. നമ്മളൊരു ഓബ്ലിഗേറ്ററി ടെസ്റ്റ് എഴുതാൻ പോവുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അക്കൗണ്ട് ടെസ്റ്റ് ഒരു ഓബ്ലിഗേറ്ററി ടെസ്റ്റാണ്. കാരണം കമ്പൽസറി ആയിട്ട് നിങ്ങൾ പാസ്സാകേണ്ട ഒരു പരീക്ഷയാണ് അക്കൗണ്ട് ടെസ്റ്റ്. അത് യു ഹാവ് നോ ഓപ്ഷൻ അതർ ദാൻ അപ്പിയറിംഗ് ഫോർ ദി എക്സാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ള പരീക്ഷകളെയാണ് ഓബ്ലിഗേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ ഓബ്ലിഗേറ്ററി ടെസ്റ്റ് എഴുതുമ്പോൾ മാക്സിമം ഒക്കേഷൻസ് ഓഫ് TA, നിങ്ങൾക്ക് TA കിട്ടും അതിന്. പക്ഷേ എത്ര തവണ നിങ്ങൾക്ക് ഈ ടെസ്റ്റിൽ അപ്പിയർ ചെയ്യാൻ TA കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ആൻസർ ഓൺലി 2 occasions. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 77 പാർട്ട് 2 KSR. 2 തവണ മാത്രമേ നിങ്ങൾക്ക് TA കിട്ടൂ. വീണ്ടും നിങ്ങൾ തോറ്റുകൊണ്ടേ ഇരുന്നാൽ ഗവൺമെൻറ് TA തന്നുകൊണ്ടേ ഇരിക്കില്ല എന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ 15, KSR പാർട്ട് 1 അപ്പൻഡിക്സ് 12C ഡീൽസ് വിത്ത്. KSRൽ നമ്മൾ LWA കുറിച്ച് വളരെ വിശദമായ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആ വീഡിയോ കണ്ടാൽ ആ സംശയങ്ങളൊക്കെ തനിയെ ദൂരീകരിക്കാൻ തക്കതാണവ. ഇവിടെ അപ്പൻഡിക്സ് 12C എന്തിനെ പ്രതിപാദിക്കുന്നു, എന്ത് ലീവാണത്, 12A എന്താണ്, 12B എന്താണ്, 12C എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 12C എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12C ഡീൽസ് വിത്ത് ജോയിനിങ് സ്പൗസ്. അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് അവൈൽ ചെയ്യുന്ന ലീവിനെയാണ് നമ്മൾ അപ്പൻഡിക്സ് 12C എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ 16, വിച്ച് എമംഗ് ദ ഫോളോയിങ് സർവീസ് കൗണ്ട് ഫോർ സൂപ്പർ ആനുവേഷൻ പെൻഷൻ. അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ സൂപ്പർ ആനുവേഷൻ പെൻഷന് ക്വാളിഫയിങ് സർവീസായിട്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ എടുക്കാത്തതോ എന്താണ്? എ കോൺട്രാക്റ്റ് അപ്പോയിൻമെൻറ്റ്, അത് സൂപ്പർ ആനുവേഷൻ പെൻഷൻ സർവീസായി കൗണ്ട് ചെയ്യുമോ? ദെൻ അപ്രൻറ്റിസ് പീരീഡ്, ദെൻ LWA അണ്ടർ അപ്പൻഡിക്സ് 12C, ദെൻ നൺ ഓഫ് ദി എബവ്. ഇപ്പോൾ ഈ പറയുന്ന 3-ൽ ഏതെങ്കിലും പീരീഡ് സൂപ്പർ ആനുവേഷൻ പെൻഷന് കണക്കാക്കുമോ? അത് ഈ പീരീഡ് ഒന്നും സൂപ്പർ ആനുവേഷൻ പെൻഷന് കണക്കാക്കില്ല എന്നർത്ഥം. പിന്നെ അതുകൊണ്ടാണ് എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. മീൻസ് കോൺട്രാക്റ്റ് അപ്പോയിൻമെൻറ്റ് ക്വാളിഫയിങ് സർവീസ് അല്ല, അപ്രൻറ്റിസ് പീരീഡ് ക്വാളിഫയിങ് സർവീസ് അല്ല, അതുപോലെ അപ്പൻഡിക്സ് 12C വെച്ചിട്ടുള്ള ലീവും
ക്വാളിഫയിങ് സർവീസ് അല്ല. സോ ദാറ്റ് ഈസ് ചാപ്റ്റർ 3 KSR പാർട്ട് 3. Then question 17. An LDC working in revenue department had applied for 7 days commuted leave. The superior officer had changed the nature of leave and granted earned leave, citing no valid reason. Comment on this. അപ്പോൾ നമ്മൾ ഒരു ലീവ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നേച്ചർ ഓഫ് ലീവ് സ്പെസിഫൈ ചെയ്തിട്ട് നമ്മളൊരു ലീവ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ നേച്ചർ മാറ്റാനുള്ള അധികാരം നമ്മുടെ സൂപ്പർവൈസിങ് ഓഫീസേഴ്സിന് ഇല്ല എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചോദ്യം. LDC വർക്കിംഗ് ഇൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഹാഡ് അപ്ലൈഡ് ഫോർ 7 days കമ്മ്യൂട്ടഡ് ലീവ്. അയാൾ 7 ദിവസത്തെ കമ്മ്യൂട്ടഡ് ലീവിന് അപ്ലൈ ചെയ്തു. ദ സുപ്പീരിയർ ഓഫീസർ ഒരു കാരണവും കൂടാതെ ചേഞ്ച്ഡ് ദ നേച്ചർ ഓഫ് ലീവ്, അതിൻ്റെ നേച്ചർ മാറ്റി. അയാളത് ഹാഫ് പേ ലീവാക്കി അല്ലെങ്കിൽ ഏൺ ലീവാക്കി, അങ്ങനെ എന്തെങ്കിലും സ്വന്തം ഇഷ്ടത്തിൽ ചെയ്തു എന്നിരിക്കട്ടെ. ആൻഡ് ഗ്രാൻഡ് സൈറ്റിംഗ് നോ വാല്യൂ. കമൻറ്റ് ഓൺ ദിസ്. ഇതിനെക്കുറിച്ച് നിങ്ങളെന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ്. ആൻഡ് ആൻസർ ദ സുപ്പീരിയർ ഓഫീസർ ഈസ് റോങ്. അദ്ദേഹം ചെയ്ത പ്രവൃത്തി ശരിയല്ല. കാരണം ഹീ ഈസ് നോട്ട് എംപവേർഡ് ടു ചേഞ്ച് ദി നേച്ചർ ഓഫ് ലീവ്. ദാറ്റ് യു ക്യാൻ സീ in note below Rule 65 KSR Part 1. Next is question number 18. In case an officer had travelled in department vehicle and returned to headquarters within 24 hours, then the total incidental expense plus DA for halt should be limited to. ഡിപ്പാർട്ട്മെൻറ്റൽ വെഹിക്കിളാണ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ സഞ്ചരിക്കുന്നത് ടൂർ ടിയുടെ ഭാഗമായിട്ട് എങ്കിൽ അദ്ദേഹം 24 മണിക്കൂറിനുള്ളിൽ തിരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിയെത്തി എങ്കിൽ അദ്ദേഹത്തിന് എലിജിബിളായിട്ടുള്ള ഇൻസിഡൻ്റലും DAയും കൂടെ ചേർന്ന് എത്ര രൂപയാണ് കിട്ടുക, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് മാക്സിമം എലിജിബിലിറ്റി ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. മാക്സിമം 1 DA ഈസ് അഡ്മിസിബിൾ ടു ഹിം. അദ്ദേഹത്തിന് 1 DAയ്ക്കാണ് എലിജിബിലിറ്റി ഉള്ളത്. കാരണം ഹി ഹാസ് റിട്ടേൺ 2-3 കണ്ടീഷൻസ് ഉണ്ട്. He was travelling in department vehicle and he returned within 24 hours. That you can see in Rule 110 KSR Part 2. Then question 19. If pension has not been drawn for dash years, the pension ceases to be payable. ഒരാൾ പെൻഷൻ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്നതേ ഇല്ല എങ്കിൽ അത് പിന്നീട് എലിജിബിലിറ്റി ഇല്ലാതായി തീരും. എത്ര കാലമാണ് അങ്ങനെ വീഴ്ച വരുത്താൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. അത് മാക്സിമം 3 years ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇഫ് എ പെൻഷൻ ഹാസ് നോട്ട് ഡ്രോൺ ഫോർ 3 years, ദ പെൻഷൻ സീസസ് ടു ബി പേയബിൾ. പിന്നീട് അദ്ദേഹത്തിന് പെൻഷന് അർഹതയില്ലാതെയാകും. ദാറ്റ് യു ക്യാൻ റീഡ് ഇൻ റൂൾ 135 KSR പാർട്ട് 3. ആൻഡ് ക്വസ്റ്റ്യൻ 20. An officer working in Kollam is deputed for audit at Kannur for 16 days. How will you calculate the DA for this officer? കൊല്ലം ബേസ്ഡ് ആയിട്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ കണ്ണൂർ ഔദ്യോഗികമായിട്ട് ഡ്യൂട്ടിക്ക്, അതായത് ഓഡിറ്റിന് വേണ്ടിയിട്ട് നിയോഗിച്ചാൽ അദ്ദേഹത്തിന് 16 ദിവസത്തേക്കാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ DA എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആൻഡ് ആൻസർ ഫുൾ DA ഫോർ ദ ഫസ്റ്റ് 10 days ആൻഡ് 3/4 ഓഫ് ദി DA ഫോർ ദ റിമൈനിങ് ഡേയ്സ്. അതാണ് അതിൻ്റെ റൂള്. അപ്പോൾ അത് റൂൾ 59BA KSR പാർട്ട് 2 കാണാൻ പറ്റും. അപ്പോൾ 16 ഡേയ്സിൻ്റെ 10 ദിവസത്തേക്കാണ് അദ്ദേഹത്തിന് ഫുൾ DAയ്ക്ക് എലിജിബിലിറ്റി. പിന്നെ 3/4 ആണ് ബാക്കിയുള്ള 6 ഡേയ്സിന്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21. ചൈൽഡ് അഡോപ്ഷൻ ലീവ് ഈസ് ഗ്രാൻഡഡ് ഫോർ. ചൈൽഡ് അഡോപ്ഷൻ ലീവ് ഉണ്ട്, കുട്ടികളെ ദത്തെടുക്കുക. അങ്ങനെയുള്ള അമ്മമാർക്ക് എത്ര ദിവസത്തെ ലീവിന് എലിജിബിലിറ്റി ഉണ്ടെന്നാണ്. ചൈൽഡ് അഡോപ്ഷൻ ലീവ് ഈസ് ഗ്രാൻഡഡ് ഫോർ 180 days and it is said in Rule 102A of Part 1 KSR. Next is question number 22. In case of foreign service, pension contribution will be calculated as. അതായത് ഫോറിൻ സർവീസിൽ പോകുന്ന ഒരാളിന്, ഫോറിൻ സർവീസിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു, അതായത് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഗവൺമെൻറ് സർവീസിൽ നിന്ന് ഒരാളിനെ നിയോഗിക്കുകയാണ് എങ്കിൽ, സർവീസിന് നിയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടുമോ എന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അദ്ദേഹത്തിന് പെൻഷൻ എലിജിബിലിറ്റി ഉണ്ട്, പ്രൊവൈഡഡ് ഹി മേക്സ് എ പെൻഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ദ പീരീഡ് ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദി ഫോറിൻ ഡിപ്പാർട്ട്മെൻറ്റ്.
അദ്ദേഹം ആ ഓട്ടോണമസ് ബോഡിയിലോ അല്ലെങ്കിൽ മറ്റേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ വർക്ക് ചെയ്യുകയാണ് എങ്കിൽ അവിടെ സർവീസ് ചെയ്യുന്ന പീരീഡിൽ ഗവൺമെൻറ് അദ്ദേഹത്തിന് അതുകൂടെ കണക്കാക്കി പെൻഷൻ കൊടുക്കണമെങ്കിൽ ഒരു പെൻഷൻ കോൺട്രിബ്യൂഷൻ അദ്ദേഹം അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഓരോ മാസവും. അങ്ങനെ പെൻഷൻ കോൺട്രിബ്യൂഷൻ അടയ്ക്കുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആ പീരീഡിലൂടെ കണക്കാക്കി പെൻഷൻ ഓതറൈസ് ചെയ്യുകയുള്ളൂ. അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 15% ഓഫ് ദി മാക്സിമം ഓഫ് ദി സ്കെയിൽ ഓഫ് പേ. അദ്ദേഹം വാങ്ങുന്ന സ്കെയിൽ ഓഫ് പേയുടെ മാക്സിമത്തിൻ്റെ 15% പെൻഷൻ കോൺട്രിബ്യൂഷനായി അടച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ആ പീരീഡിലൂടെ ചേർത്ത് പെൻഷന് എലിജിബിലിറ്റി ഉള്ളൂ. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 146 ഓഫ് KSR. Then question number 23, deputation allowance is paid at the rate of. ഒരു ഡെപ്യൂട്ടേഷനിലാണ് ഒരാൾ പോകുന്നതെങ്കിൽ അയാൾക്ക് ഡെപ്യൂട്ടേഷൻ അലവൻസ് എത്ര റേറ്റിലായിരിക്കും എന്നാണ്. നൗ യു നോ ദാറ്റ് നോ ഡെപ്യൂട്ടേഷൻ അലവൻസ് ഈസ് അഡ്മിസിബിൾ. ഇപ്പോൾ ഡെപ്യൂട്ടേഷൻ അലവൻസ് കൊടുക്കുന്നില്ല. അത് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ 25402 പിന്നെ അത് റിവൈസ് ചെയ്തിട്ട് 2002 അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നൗ നോ ഡെപ്യൂട്ടേഷൻ അലവൻസ് ഈസ് അഡ്മിസിബിൾ. ദെൻ question number 24, commutation of pension is the advance payment of a portion of monthly pension for. നമുക്കറിയാം പെൻഷൻ ആവുന്ന ഒരാളിന് പെൻഷനും DCRGയും കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷനും ഒക്കെ എലിജിബിലിറ്റി ഉണ്ട്. കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ്, ഇതൊരു പെൻഷൻ വാങ്ങുന്നതിൻ്റെ ഒരു പോർഷനിൽ നിന്നാണത് ഒരു നിശ്ചിത പീരീഡിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ടോട് അഡ്വാൻസ് ആയിട്ടൊരു പെൻഷനർക്ക് കൊടുക്കുന്നതിനെയാണ് കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ എന്ന് പറയുന്നത്. അതിനൊരു പിന്നെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ട്. അതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എമൗണ്ട് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ഈസ് ദി അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് എ പോർഷൻ ഓഫ് മന്ത്ലി പെൻഷൻ ഫോർ. എത്ര കാലത്തേക്കുള്ള മന്ത്ലി പെൻഷനാണ് നമ്മൾ ഈ കമ്മ്യൂട്ടേഷന് വേണ്ടി അതിൻ്റെ ഒരു പോർഷൻ മാറ്റി വെക്കുന്നതെന്നാണ്. അത് 12 years ആണ്. കാരണം നിങ്ങൾക്കറിയാം 12 years കഴിയുമ്പോൾ കമ്മ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരാളിന് അത് ഫുൾ പെൻഷൻ പിന്നീട് തിരിച്ചു കിട്ടുന്ന ഒരു വ്യവസ്ഥയും ഇപ്പോൾ ഉണ്ട്. ദെൻ ഇറ്റ് ഈസ് സെഡ് ഇൻ അമെൻമെൻറ്റ് ടു റൂൾ 66A(1) KSR പാർട്ട് 3 ഇത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ ദ ലാസ്റ്റ് question number 25, maximum earned leave that can be credited into the leave account is. അതായത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അയാളുടെ ക്രെഡിറ്റിലേക്ക് എത്ര ഏൺ ലീവ് വരെ അക്യുമുലേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും? അത് 300 days ആണ് അതിൻ്റെ ആൻസർ. എന്ന് പറഞ്ഞാൽ 300 days കഴിഞ്ഞിട്ടും അയാൾ ലീവ് അവൈൽ ചെയ്യുന്നില്ല, പിന്നീട് 1/11 വെച്ചൊന്നും അക്യുമുലേറ്റ് ചെയ്താലും അത് അയാളുടെ ക്രെഡിറ്റിലേക്ക് വരില്ല എന്ന് ഓർക്കണം. സോ ദ മാക്സിമം ക്രെഡിറ്റ് അഡ്മിസിബിൾ ഈസ് ഓൺലി 300 days. And it is said in GOP 3000/98/Fin dated 25/11/1998. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റ് വീഡിയോകളുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കാരണം ഈ ചാനൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ടെസ്റ്റിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ഇത് നോക്കിയാൽ മാത്രം മതിയാവും. അതുകൊണ്ട് ഒരു വീഡിയോ കണ്ട് വാട്സപ്പിലൂടെ ഒരു വീഡിയോ കണ്ട് സംതൃപ്തരാകാതെ വീഡിയോ മുഴുവൻ കാണുക. ചാനലിനെ നിങ്ങൾ പുരോഗതിയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ദ പേഷ്യൻറ്റ് ഹിയറിംഗ്. താങ്ക് യു.